ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലീനൂസ് കിച്ചൻ. അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഒരു അടിപൊളി താറാവ് കറിയാണ് കേട്ടോ. നാടൻ സ്റ്റൈലിൽ താറാവ് കറി എങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ക്രിസ്മസ് ഒക്കെ വരുമല്ലേ, അതിന് വേണ്ടി ഒരു അടിപൊളി താറാവ് കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പം അതിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഒരു 4-5 ടേബിൾ സ്പൂൺ മതിയാവും. ഒത്തിരി വേണ്ട, കാരണം ഡക്കിന്നും കുറെ നെയ്യൊക്കെ ഇറങ്ങും. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ടിട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാം. പിന്നെ ഞാൻ ഇവിടെ കുറച്ച് ഗരം മസാല എടുത്തിട്ടുണ്ട്. അതായത് 2 കഷ്ണം പട്ട, പിന്നെ ഒരു 8-10 ഏലക്ക, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക്, ഒരു 5-8 ഗ്രാമ്പു. അങ്ങനെ അതെല്ലാം ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കുക. ഒന്ന് ലൈറ്റായിട്ട് റോസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അതിന്റെ കൂടെ 1 ടീസ്പൂൺ പെരുംജീരകവും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റ് മതിയാവും. ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഞാനൊരു 20-25 ചെറിയുള്ളി ചേർക്കുന്നുണ്ട്. ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തതാണ്. അതും കൂടെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഡക്ക് കറിക്ക് ഇഷ്ടംപോലെ കറിവേപ്പില ഇടണം കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ ഇട്ട് കൊടുക്കുക. അപ്പൊ അതും കൂടെ ഇട്ടിട്ട് ഒന്ന് ലൈറ്റായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളി ചേർക്കണം. ഞാനിവിടെ 2.5 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതായത് മുഴുവനുള്ള 2, പിന്നെ ഒരെണ്ണത്തിന്റെ പകുതി. അങ്ങനെ അത് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞതും പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ ഞാനിവിടെ ഒരു ഫുൾ ഡക്കാണ് എടുക്കുന്നത്. അതായത് ഒരു 2,200 ഉണ്ട്. 2.2 kg ഉണ്ട് ഇത്. അപ്പൊ അതിനനുസരിച്ചുള്ള വെളുത്തുള്ളി ഇഞ്ചിയൊക്കെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് ലൈറ്റായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം. അപ്പൊ ഞാൻ ഇവിടെ 6 സവാള എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് തോന്നും ഇത് കൂടുതലാണ്, പക്ഷെ ഇത് വഴണ്ട് വരുമ്പോ ഒന്നും കാണൂല ആക്ച്വലി. കാരണം നമുക്ക് ഞാൻ പറഞ്ഞില്ലേ 2,200ന്റെ ഡക്കും ഉണ്ട്. അപ്പൊ ഇത് കറക്റ്റ് ആട്ടോ. സവാളയൊക്കെ പെട്ടെന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് വഴറ്റിയെടുക്കാം. അതായത് ഈ സവാളയൊക്കെ നന്നായിട്ട് ബ്രൗൺ കളർ ആവണം. അപ്പൊ അങ്ങനെ ഇപ്പൊ ലൈറ്റ് ആയിട്ട് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഒന്ന് ട്രാൻസ്പെറന്റ് ആയി വന്നിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ തേങ്ങാ കൊത്തും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് ആദ്യവും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാനിവിടെ തേങ്ങാ കൊത്തും കൂടെ ഇട്ടിട്ടുണ്ട്. ഇത് ആഡ് ചെയ്യുന്നത് നല്ലൊരു ടേസ്റ്റ് ആട്ടോ ഡക്ക് കറിക്ക്. പിന്നെ 5-6 പച്ചമുളകും കൂടെ ഇടുന്നുണ്ട്. ഒന്ന് നടുവേ കീറിയത് ഇട്ട് കൊടുക്കുവാണ്. അപ്പൊ നമ്മൾ ഈ സ്റ്റേജിൽ ഇടുന്നെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പച്ചമുളക് എല്ലാം കറുത്തു പോകും. അതുകൊണ്ടാണ് സവാള ഒന്ന് ലൈറ്റായിട്ട് ബ്രൗൺ ആയി കഴിഞ്ഞതിന് ശേഷം പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നല്ല ബ്രൗൺ കളർ ആവണം സവാളയൊക്കെ. അപ്പൊ ദാ നമ്മുടെ സവാള നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്. അപ്പോൾ ഈ പൊടിയെല്ലാം ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. പിന്നെ നമ്മൾ ഡക്ക് കറി ആയതുകൊണ്ട് കൂടുതൽ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. മുളക് പൊടി ഞാൻ കുറച്ചാണ് ചേർക്കുന്നത്, കാരണം പിന്നെ നമ്മൾ കുരുമുളക് പൊടിയാണ് കൂടുതൽ ചേർക്കുന്നത്. പിന്നെ നമ്മൾ ഓൾറെഡി പച്ചമുളകും ചേർത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ എരിവിനനുസരിച്ചൊക്കെ അത് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കായം ചേർക്കുന്നുണ്ട്, ജസ്റ്റ് ഒരു പിഞ്ച്. അപ്പൊ ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക, എന്നാലേ നമ്മുടെ ഡക്ക് കറിക്ക് ആ ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പൊ ഇതിന്റെ എല്ലാം പച്ചമണം ശരിക്കും മാറി കിട്ടണം, എന്നാലേ നമ്മുടെ കറിക്ക് ഞാൻ പറഞ്ഞ പോലെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ അത് നന്നായിട്ട് എല്ലാം മൂത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാൻ ഇവിടെ 4 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. 4 മീഡിയം സൈസ് ടൊമാറ്റോ. വലിയ ടൊമാറ്റോ ആണെങ്കിൽ 3 ചേർത്താലും മതിയാവും. അപ്പൊ നല്ല പഴുത്ത ടൊമാറ്റോ നോക്കി വേണം ചേർക്കാൻ. അപ്പൊ അതൊന്ന് ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് ഇതിനി അടച്ചു വെച്ച് ടൊമാറ്റോ ഒന്ന് സോഫ്റ്റ് ആവുന്ന വരെ വഴറ്റിയെടുക്കാം. അപ്പൊ നമ്മുടെ ടൊമാറ്റോ എല്ലാം നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. നല്ല മസാലയൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ടൊമാറ്റോ പെട്ടെന്ന് വഴണ്ട് കിട്ടണമെങ്കിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പൊ നമ്മുടെ മസാല റെഡിയായി. നമുക്കിനി ഇതിലേക്ക് ഡക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഒരു ഫുൾ ഡക്കാണ് എടുത്തേക്കുന്നത്. അതായത് 2.2 kgയുടെ ഡക്കാണ് ഇത്. പിന്നെ ഞാനിത് എടുത്തേക്കുന്നത് സ്കിന്നോട് കൂടിയാണ്. അപ്പോഴാണ് നമ്മുടെ ഡക്ക് കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. നമ്മൾ സ്കിന്നെല്ലാം മാറ്റി കഴിഞ്ഞാൽ പിന്നെ അത്രയും ടേസ്റ്റ് കിട്ടത്തില്ല. പിന്നെ നിങ്ങൾക്ക് സ്കിൻ ഇഷ്ടമല്ലെങ്കിൽ അത് എടുത്ത് കളയാം കേട്ടോ. ഞാനിപ്പോ സ്കിന്നോട് കൂടി തന്നെയാണ് എടുത്തേക്കുന്നത്. പിന്നെ ഒത്തിരി ചെറിയ പീസായിട്ട് ഞാൻ ആക്കിയിട്ടില്ല. ഞാൻ മീഡിയം സൈസ് പീസായിട്ടാണ് ആക്കിയെടുത്തേക്കുന്നത്. അപ്പൊ ഡക്കും കൂടെ ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം. തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, നമുക്ക് ചൂടുവെള്ളം തന്നെ വേണം. അത് ഈ ഡക്ക് കുറച്ച് മുങ്ങി കിടക്കുന്ന രീതിയിൽ തന്നെ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് നമുക്ക് ഇത് അടച്ചു വെച്ച് വേവിക്കാം.
വേവിക്കാൻ വെക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇത് വേവിച്ചെടുക്കാം. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പ്രഷർ കുക്കറിലും ഉണ്ടാക്കാം. പക്ഷെ പ്രഷർ കുക്കറിൽ ഉണ്ടാക്കുമ്പോൾ ഇത്രയും ടേസ്റ്റ് കിട്ടത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ കാണിക്കുന്നത്. അപ്പൊ ഞാൻ കുറച്ചു നേരം അടച്ചു വെച്ചിട്ട് വേവിച്ചെടുത്തു. ഒന്ന് തുറന്നു നോക്കുവാണ്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കല്ല്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇടയ്ക്കിടയ്ക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കണം, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ ഞാനിവിടെ ചേർക്കാൻ പോകുന്നത് 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ്. ഇതും നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഡക്ക് കറിക്കൊക്കെ നല്ല കുരുമുളക് പൊടി വേണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഡക്ക് കറി ആയി കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം, ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് പിന്നെ വേവിച്ചെടുക്കാം. അപ്പൊ ഞാനിവിടെ കുറച്ചുകൂടെ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടേബിൾ സ്പൂണും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഡക്ക് കറിയുടെ കളറൊക്കെ മാറി വന്നത് കണ്ടോ, നല്ല തിക്ക് ഗ്രേവി ആയി വരുന്നുണ്ട്. പിന്നെ കളറൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഈ ഡക്ക് കറി എന്ന് പറയുന്നത് തന്നെ നല്ലൊരു ബ്ലാക്ക് കളറിൽ ഇരിക്കുന്ന ഒരു കറിയല്ലേ, നമുക്ക് കാണാൻ തന്നെ ഇഷ്ടം അങ്ങനെയല്ലേ. ഇത് കുറച്ചുകൂടെ വേവാനുണ്ട്. ഞാൻ കംപ്ലീറ്റ്ലി വെന്ത് കഴിഞ്ഞിട്ട് ഇനി ഞാൻ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞ പോലെ കുറച്ചുകൂടെ കറിവേപ്പില ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പൊക്കെ നിങ്ങൾ നോക്കുക, ഉപ്പുണ്ടോ ഇല്ലയോ എന്ന്, ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പൊ ഇതിന്ന് കണ്ടില്ലേ, നെയ്യൊക്കെ നല്ലോണം ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ലാസ്റ്റിൽ കുറച്ച് നെയ്യൊക്കെ അങ്ങ് എടുത്ത് കളയാം കേട്ടോ. അത് മുകളിൽ തന്നെ നിൽക്കും ഒരു ലെയർ ആയിട്ട്. അപ്പൊ അത് ഒരു തവി വെച്ചിട്ട് എടുത്ത് കളഞ്ഞാൽ മതി, അത്രയും വേണ്ടെങ്കിൽ. അപ്പൊ ഞാനിവിടെ 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഞാൻ ഓൾമോസ്റ്റ് 2.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. അപ്പൊ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡക്ക് വെന്ത് വന്നിട്ടുണ്ട്, നല്ല തിക്ക് ഗ്രേവി ആയിട്ടുണ്ട്, നല്ല കളറും വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് ഇരുന്ന് കുറച്ച് കൂടുതൽ കളർ വരും കേട്ടോ. അത് കുറച്ചുകൂടെ ഡാർക്ക് കളറാവും ഇരുന്ന്. അപ്പൊ അങ്ങനെ നമ്മുടെ ഈസി, കണ്ടില്ലേ, എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. പിന്നെ ഡക്ക് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഡക്ക് കറി ഉണ്ടാക്കാൻ എളുപ്പമാണ്, അതുപോലെ ടേസ്റ്റുമാണ്. അപ്പൊ ഇതെന്ന് പറയുന്നത് നമ്മുടെ പൊറോട്ടയുടെ കൂടെ തന്നെ കഴിക്കണം കേട്ടോ. അപ്പൊ ഞാനിവിടെ എന്റെ വായിന്ന് ഇപ്പോഴേ വെള്ളം വരാൻ തുടങ്ങി. ഞാനിവിടെ ഇത് പൊറോട്ടയുടെ കൂടെ തന്നെയാണ് കഴിക്കാൻ പോകുന്നത്. ഇപ്പൊ ഈ കഴിക്കാൻ പോകുന്നത് എന്റെ ഹസ്ബൻഡാണ്. പുള്ളിയാണ് ആദ്യത്തെ ട്രയൽ നടത്തുന്നത്, അല്ലെങ്കിൽ ആദ്യത്തെ ടേസ്റ്റ് ടെസ്റ്റർ എന്ന് പറയാം. അപ്പൊ അതാ പൊറോട്ടയും നമ്മുടെ ആ ഡക്ക് കറിയും ഒക്കെ മുക്കിയെടുത്ത് അടിപൊളി ടേസ്റ്റ് ആട്ടോ. അപ്പൊ എല്ലാവരും ക്രിസ്മസിന് ട്രൈ ചെയ്യുക. സ്പെഷ്യലായിട്ട് നിങ്ങൾ ഇത് ആർക്കുണ്ടാക്കി കൊടുത്താലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ല്. അപ്പൊ വീണ്ടും വേറൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വരുന്നവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ലീനൂസ് കിച്ചൺ.